കല്യാണത്തിനുള്ള ഡ്രസ്സ് എന്താ അപ്പം ഞാനും കുഞ്ഞിനും ആദ്യം പോയത് കൊടുങ്ങല്ലൂരുള്ള തമ്പുരു ബൊട്ടിക്കിലാണ്. മെയിനായിട്ടും അവളുടെ കല്യാണ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത് അവിടേക്കായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് നമുക്കതൊന്ന് ഇട്ട് നോക്കണമായിരുന്നു, കറക്റ്റ് ഫിറ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ അതൊക്കെ നമുക്ക് അവിടെ പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലും പിന്നെ അവളുടെ സെക്കൻഡ് സാരി അവളെ കൊണ്ടുവന്നാക്കുമ്പോൾ ഇടുന്ന ആ സാരിയുടെ ബ്ലൗസും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നോക്കണമായിരുന്നു. കൂട്ടത്തിൽ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ഷോപ്പിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ലോണം മെറ്റീരിയൽസും ഉണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്ത ചുരിദാറുകൾ ഉണ്ടായിരുന്നു, റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, പിന്നെ അതിന് പറ്റിയ ഓർണമെൻറ്റ്സ് അങ്ങനെ എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എല്ലാം ഞങ്ങൾ നോക്കി കണ്ടു. ഞാൻ ഇതുവരെ ആ ഷോപ്പിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇവൾക്ക് അവിടെയാണല്ലോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത് ആദ്യമായിട്ട്. ഒരു സർവീസൊക്കെ അടിപൊളിയായിരുന്നു, അവളെ ബ്ലൗസൊക്കെ തയ്ച്ചത് നന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ മെറ്റീരിയൽസൊക്കെ നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വേണ്ടത് റിസപ്ഷന് കുറച്ചൊന്ന് ഹെവി ആയിട്ട് വരുന്നൊരു ചുരിദാറായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഇരിക്കലേ ഉക്കറും ഉണ്ടായിരുന്നു. അവന് വിശന്നിട്ട് നേരെ കൊടുങ്ങല്ലൂരുള്ള വീനസ് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ അവിടെ അവനിഷ്ടം ബിരിയാണി കഴിക്കാനാണ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ബിരിയാണി വെയിറ്റ് ചെയ്ത് ഞാനും ഉക്കറും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവനങ്ങനെ ഒരു ബിരിയാണി ഫുള്ളും കഴിക്കത്തില്ല. പിന്നെ മേമയുടെ കല്യാണം പ്രമാണിച്ച് അവൻ 2 വരയൊക്കെ സൈഡിലൊക്കെ ഇട്ട് വലിയ സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കുന്നത്, മുടിയൊക്കെ വെട്ടി. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നപ്പോൾ ഞാനും അവനും ഷെയർ ഇട്ടിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ ആദ്യം അവൻ തന്നെ കൊടുത്തു, കാരണം അവനാണല്ലോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് അതേ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആർ ബ്രൈഡലിലേക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല ഹെവി ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ കയറുന്നത്. അപ്പോൾ ഇവളുടെ കല്യാണം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പിലൊക്കെ കയറാമെന്ന് വിചാരിച്ചത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ വർക്കൊക്കെ ഭയങ്കര ഹെവി. ഞാൻ ഉദ്ദേശിച്ച മോഡലിലുള്ളത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. നല്ല നല്ല ഡ്രസ്സുകളുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മോഡൽ കിട്ടിയില്ല. പിന്നെ നെക്സ്റ്റ് സ്വയംവരെ കയറി. അപ്പോൾ എനിക്കൊന്ന് സാരി മാറ്റി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ചുരിദാർ നോക്കിയപ്പോൾ എല്ലാം ഞാൻ ഉദ്ദേശിച്ച മോഡലിൽ അവിടെയും കിട്ടിയില്ല എനിക്ക്. പിന്നെ ഞങ്ങളുടെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൽപ്പകയാണ്. അപ്പോൾ നേരെ കൽപ്പകയ്ക്ക് പോയി. അവിടെയും കിട്ടാണ്ടായപ്പോൾ നേരെ അവൾക്ക് പുടവയ്ക്കുള്ള സെറ്റിൻ്റെ ഐറ്റംസ് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് മുണ്ട് എടുത്തു. കോപ്പർ ഷെയ്ഡിലുള്ള സെറ്റ് മുണ്ടാണ് നമ്മളെടുത്തത്. ഇത്ര കടകളിൽ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ ആകെ അന്നത്തെ ദിവസം ഒന്ന് പർച്ചേസ് ചെയ്തത് ഈ ഒരു സെറ്റ് മുണ്ട് മാത്രമാണ്. സെറ്റ് മുണ്ടും അതിന് പറ്റിയ ബ്ലൗസും. ഇടയ്ക്ക് ഉക്രു വണ്ടി കിടന്നുറങ്ങി. അവന് ബിരിയാണി കഴിച്ചപ്പോഴേക്കും ഉറക്കം വന്നു. അപ്പോൾ അവനെ വേഗം വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വരിക ചെയ്തത് കൊടുങ്ങല്ലൂർക്ക്. അപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കടകളിലും കയറി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വ്ളോഗ്. ടാറ്റാ.